മധുരമല്ലാതെ ഡയബറ്റീസിന് കാരണമാകുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? മധുരം ഡയബറ്റീസ് പറഞ്ഞ പോലെ തന്നെ മെയിൻലി ഒരു ജനറ്റിക് അസുഖമാണ്. ശരിക്കും ജനറ്റിക്സ് അസുഖമാണ്, ജനറ്റിക് ഡിസീസാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഫാക്ടറാണ് ഫുഡ് വരുന്നത്. അപ്പോൾ ഫുഡിനെ കുറിച്ചാണ് ഈ ചോദ്യമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഷുഗർ എന്ന് പറയുമ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ പറയാനുള്ള കാരണം അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്. എന്ത് ഫുഡ് നമ്മൾ എടുത്താലും അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് നമ്മൾ നോക്കും. ഇപ്പം ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ബേസ് ലൈൻ നമ്മൾ ബാക്കി എല്ലാ ഭക്ഷണങ്ങളെയും വൈറ്റ് ബ്രെഡും പഞ്ചസാരയായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതിനാണ് ആ ഒരു റെഫറൻസ് കട്ട് ഓഫ് ഏറ്റവും കൂടുതൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ളത്. വൈറ്റ് ബ്രെഡിനും പഞ്ചസാരയ്ക്കും. അപ്പോൾ വൈറ്റ് ബ്രെഡും പഞ്ചസാരയും ഓൾമോസ്റ്റ് സെയിം ഗ്ലൈസീമിക് ഇൻഡെക്സ്. ശരിക്കും? ഓ മോനെ. വൈറ്റ് ബ്രെഡിന് നല്ല ഗ്ലൈസീമിക് ഇൻഡെക്സ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ കട്ട് ഓഫ്. അപ്പോൾ ഇത് കൂടാതെ ഗ്ലൈസീമിക് ലോഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ഗ്ലൈസീമിക് ഇൻഡെക്സും ഗ്ലൈസീമിക് ലോഡും വെച്ചിട്ടാണ് നമ്മൾ ഏത് ഫുഡ് കഴിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവിൽ നമ്മുടെ ഈ പറയുന്ന ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, പഞ്ചസാര കഴിക്കത്തില്ല പക്ഷേ ശർക്കര കഴിക്കാമെന്നില്ല. ഈ പറഞ്ഞ പഞ്ചസാര, ശർക്കര, കരിപ്പെട്ടി, കൽക്കണ്ടം, തേന്, അങ്ങനെ എല്ലാ ഷുഗേഴ്സിലും ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് തന്നെയാണ്. അപ്പം അങ്ങനെ ഗ്ലൈസീമിക് ഇൻഡെക്സും ഗ്ലൈസീമിക് ലോഡും അറ്റ്ലീസ്റ്റ് ഒരു 55 താഴെയെങ്കിലും. അപ്പം നമ്മൾ കുക്കുംബറിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എടുത്താൽ അത് അറൗണ്ട് 10-15 വരുള്ളൂ. അതേസമയം എഗ്ഗ് അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ് 0 ആയിരിക്കും. അപ്പം മുട്ടയുടെ വെള്ള എത്ര വേണേൽ കഴിച്ചോ, ഷുഗർ കൂടത്തില്ല. ആണോ? അതാണ് ഡയറ്റിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഇപ്പം പറഞ്ഞ വേറെ ചോദ്യം ചോദിച്ചത് ആഹാരമല്ലാതെ വേറെ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ വേറൊരു പ്രധാന കാരണം എസ്പെഷ്യലി ഈ പ്രസിപ്പിറ്റേറ്റ് ഡയബറ്റീസ് വരാൻ ഇരിക്കുന്നവർ ഈ മോങ്ങായിരുന്ന പട്ടിയുടെ മേളിൽ ഇപ്പോൾ ഡയബറ്റീസ് വരാൻ എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ വരാൻ ഒന്ന് ഇപ്പോൾ എയർലി കണ്ടീഷൻ വരാവുന്ന ഒന്ന് ടെൻഷൻ ആൻഡ് ആങ്സൈറ്റി. ഉദാഹരണം, ഈ അച്ഛന് 18 വയസ്സുള്ള ചെറുക്കൻ അല്ല 18 വയസ്സുള്ള ചെറുക്കൻ, അവർക്ക് എന്താ ടെൻഷൻ എന്ന് ചോദിക്കും. പക്ഷെ അവർക്ക് വലിയ ടെൻഷനാണ് ഇപ്പോഴത്തെ എൻട്രൻസ് എക്സാമിലല്ലേ നീറ്റ് ഗീറ്റ് എന്നെല്ലാം പറഞ്ഞ് കുറേ വയസ്സുള്ള പിള്ളേർ പറയും അവർക്ക് ടെൻഷനാണ്. അത് പറയുന്നത്. അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഡയബറ്റീസ് ഉണ്ട്. 10ാം ക്ലാസ് ആകുമ്പോൾ 15 വയസ്സാകുമ്പോൾ പിടിച്ചിരുത്തി എടാ നീ അവിടെ പോയി എൻട്രൻസ് കോച്ചിങ് അങ്ങനെയൊക്കെ തുടങ്ങി 2 കൊല്ലം കണ്ടിന്യൂസ് വെയിലും മഴ കഴിക്കാതെ അവനെ ഫീഡ് ചെയ്ത് അവനെ തിന്നാൻ പോലും സമയം കളയണ്ട, വേസ്റ്റ് ചെയ്യണ്ട, അതുകൂടെ പഠിക്കട്ടെന്ന് അമ്മ വായിക്കൂടെ ഫീഡ് ചെയ്ത് എല്ലാം ചെയ്ത് അവസാനം ടെസ്റ്റ് എഴുതി അവസാനം റിസൾട്ട് വരുമ്പം മിസ് ചെയ്ത് കിട്ടാതെ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും ടെൻഷൻ? അന്നേരം പാരമ്പര്യം കൊണ്ട് ഭയങ്കര സ്ട്രെസ്സ്. 2 കൊല്ലം വെയിൽ കൊള്ളാതെ മുറ്റത്തിരുന്ന് പഠിക്കുക, എക്സസൈസ് ഒന്നുമില്ലായിരുന്നു, പിന്നെ ഈ ടെൻഷൻ കൂടെ വന്നു. അപ്പോൾ അവന് അങ്ങനെയുള്ളവർക്ക് എനിക്ക് ഡയബറ്റീസ് പേഷ്യൻ്റ് കണ്ടു. ഞാനൊരിക്കൽ അന്ന് ഒരു നിക് നെയിം ഇട്ടുകയും ചെയ്തു, എൻട്രൻസ് ഡയബറ്റീസ് എന്ന് പറയാമെന്ന്. ഇത് 10 കൊല്ലം ശരിക്കും സംഭവിച്ചതാണോ? പിന്നെ എനിക്ക് പേഷ്യൻസ് ഉണ്ട് 18 വയസ്സുള്ളതിനെ കൊണ്ടുവരുന്ന 6 മാസം കഴിഞ്ഞ്, അത് 6 മാസം മുമ്പ് എൻട്രൻസ് കിട്ടിയില്ല, ഇതെല്ലാം കഴിഞ്ഞ് ഫാമിലി ഇഷ്യൂ ഉണ്ട്, നല്ല ഇതൊന്ന് കുടിച്ച ടെൻഷൻ. സോ എൻട്രൻസ് ഡയബറ്റീസ് എന്ന് പറയുന്നതുണ്ട്. നമ്മളധികം പബ്ലിഷ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ പണ്ട് 10-25 കൊല്ലം മുമ്പ് ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഏതാ ഈ എൻട്രൻസ് ഇവിടെ തുടങ്ങിയ ഇടയ്ക്കോട്ട്. അല്ല അത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ടെൻഷൻ കൊണ്ട് ടെൻഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. സ്ട്രെസ് ഒരു വലിയ ഫാക്ടർ, പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനാണ്. പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. പിന്നെ ഈ ഉറക്കമില്ലായ്മ, ഇതെല്ലാം സാർ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒരു വ്യക്തിയിൽ ഇതെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ അപ്പോൾ അതിൻ്റെ റിസ്ക് അങ്ങ് മാനിഫോൾഡായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഓൾറെഡി ജനറ്റിക് ഒരു ഇഷ്യൂ ഉണ്ട്, അതിൻ്റെ കൂടെ ഈ എൻട്രൻസിന് പഠിക്കുന്നതിൻ്റെ സ്ട്രെസ്സ്, അതിന് ഉറക്കമുളയ്ക്കൽ, അത് കാരണമുണ്ടാകുന്ന ഹോർമോൺസിൻ്റെ റിലീസ്, ആ ഹോർമോൺസ് എല്ലാം തന്നെ ഈ ഇൻസുലിൻ്റെ ആക്ഷനെ കൗണ്ടറാക്ട് ചെയ്യുന്ന പോലത്തെ ഹോർമോൺസാണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ചിലപ്പോൾ ഒരു നമ്മുടെ ഇപ്പോൾ പേഷ്യൻ്റ് ഒരു ചിലപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ വരാറുണ്ട്, അവർ വളരെ നിയന്ത്രിതമായ സാഹചര്യത്തിലായിരുന്നു, പെട്ടെന്ന് എല്ലാം കൂടി. പ്രത്യേകിച്ച് അവരുടെ ജീവിതശൈലിയിൽ നമ്മൾ ആദ്യം ചോദിക്കുമ്പോൾ ഒന്നും മാറ്റിയിട്ടില്ല. പക്ഷേ നമ്മൾ കൂടുതൽ നമ്മൾ അതിൻ്റെ അകത്തേക്ക് പോകുമ്പോഴത്തേക്കും 2 മാസം മുമ്പേ 3 മാസം മുമ്പേ അവരുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലിയിൽ ആരോ മരിച്ചു. അതിൻ്റെ പുറകെ ഭയങ്കര സ്ട്രെസ്സായിരുന്നു, അവരുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വന്നു, അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്കാണിപ്പോൾ. അപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴും ആ സ്ട്രെസ്സ് ഒരു നിയന്ത്രിതമായ രീതിയിൽ നിൽക്കുന്ന പ്രമേഹത്തെ പൂർണ്ണമായി അനിയന്ത്രിതമായ രീതിയിലേക്കും മാറ്റാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ഇത്തരം കാര്യങ്ങൾ, നമ്മുടെ ജീവിതശൈലിയിലെ പല കാര്യങ്ങളും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ ഒരു ഫാക്ടറായിട്ട് നമ്മളത് മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളത് മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ്. ഈ സ്ട്രെസ്സും ഉറക്കക്കുറവും ഡയബറ്റിസ് ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലെ സയൻസ് എന്താണ്? അത് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ശരിക്കും ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ മാരീഡ് അപ്പ് ആയിട്ട് എന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് ഈ ഒത്തിരി സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മുടെ ഫുഡ് മോശമായിരിക്കും, കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. 2, വ്യായാമത്തിനുള്ള ഒരു സമയമോ സന്ദർഭമോ ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മൾ
നമ്മളെപ്പോഴും ജോലി സംബന്ധമായിട്ടാണെങ്കിലോ അല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ എന്തായാലും അതിൽ നമ്മൾ ഫുൾ ടൈം ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇത് രണ്ടും ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ഇത് കൂടാതെ നമ്മൾ സ്ട്രെസ്സുള്ള സമയത്ത് നമ്മുടെ ബോഡി ആ സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയായിട്ട് ബോഡിക്ക് കുറേ പ്രൊട്ടക്റ്റീവ് മെക്കാനിസംസ് ഉണ്ട്. അപ്പോൾ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കും. അതുപോലെ നമുക്ക് ഒത്തിരി സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അഡ്രിനലിൻ, അതുപോലെയുള്ള പല ഹോർമോൺസ്, തൈറോയിഡിൻ്റെ പ്രവർത്തനം, ഇതെല്ലാം ബോഡി ഓഗ്മെൻറ്റ് ചെയ്യും. കാരണം ഈ സ്ട്രെസ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യണമല്ലോ. അപ്പോൾ ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് മോഡാണ് എന്നുള്ള ഒരു മോഡിലായിരിക്കും നമ്മൾ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഈ ഹോർമോൺസ് എല്ലാം തന്നെ പലപ്പോഴും ഇൻസുലിൻ്റെ പ്രവർത്തനത്തിന് അതിൻ്റെ ആ സെൻസിറ്റിവിറ്റി കുറയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും ഈ ഹോർമോൺസിനെല്ലാം ഉണ്ടാകുന്നത്. നമുക്ക് പ്രമേഹം വരാനുള്ളൊരു സാധ്യതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു ആസ്പെക്റ്റ് അതിൻ്റെ കൂടെ ആഡ് ഇൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് എല്ലാം അതിൻ്റെ കൂടെ വരികയും ചെയ്യും. കാരണം നമ്മൾ വ്യായാമം ഒട്ടും ഉണ്ടാകത്തില്ല. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ 80% നമ്മുടെ മസിൽസിലൂടെയാണ് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മസിൽ ആക്ടിവിറ്റി ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മസിൽസിനെ എക്സസൈസ് ചെയ്യുന്നില്ലെങ്കിൽ, ഇപ്പോൾ പല ആൾക്കാർക്കും ഒരു വിചാരമുണ്ട് നടന്നാൽ മാത്രം മതിയെന്ന്. അപ്പോൾ നടക്കാൻ മാത്രം പറ്റുന്നൊരു വ്യക്തിയാണെങ്കിൽ ഓക്കെ, അത് വളരെ നല്ലതാണ്, ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും. പക്ഷേ ശരിക്കും നമ്മുടെ മസിൽസിനെ എക്സസൈസ് ചെയ്യണമെങ്കിൽ നടന്നിട്ട് മാത്രം കാര്യമില്ല, മസിൽസിനെ സ്പെസിഫിക്കായിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ആ മസിൽ ബൾക്ക് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ, മസിൽ എക്സസൈസ് ചെയ്യുന്നതിലൂടെ ആ ഗ്ലൂക്കോസ് ക്ലിയറൻസ് ബെറ്ററാവും. അപ്പോൾ ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. ഇപ്പം 2 കാര്യങ്ങൾ കൂടെ ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുക. ഒന്ന്, ഈ ഇങ്ങനെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോൾ ഈ പ്രകൃതി ദുരന്തങ്ങൾ പോലെ ഒരു ഏരിയനെ മൊത്തം അടച്ചു വരുന്ന ഒരു സിറ്റുവേഷനിൽ അവിടെയുള്ള ആൾക്കാരിൽ ഡയബറ്റീസ് കൂടുതലായിട്ട് കാണും. ഇത് ശരിക്കും ഒരു കാൽക്കുലേഷൻ സ്കോർ ഉണ്ട്, അല്ലോസ്റ്റാറ്റിക് സ്കോർ എന്ന് പറയും. അപ്പോൾ അതുകൂടെ വെച്ചിട്ടാണ് നമ്മളിത് സ്ട്രെസ് കൊണ്ട് വന്നാണോ അല്ലാതെ വേറെ ഫാക്ടറാണോ എന്ന് നോക്കുന്നത്. പിന്നെ ഈ ഫ്ലഡ് പോലെ കോവിഡ് പോലെ നമ്മൾ വയനാട് ദുരന്തം വന്നില്ലേ, അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞു ആ ഒരു ഏരിയയിലുള്ള കുറച്ച് പേർക്ക് ആ എക്സ്ട്രീം സ്ട്രെസ്ഫുൾ സിനാരിയോയിൽ ഇങ്ങനെ വരും. പിന്നെ സാറ് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്, ഈ റെസിസ്റ്റൻസ് ട്രെയിനിങ്. അപ്പോൾ യൂഷ്വലി നമ്മളൊക്കെ ക്ലിനിക്കിൽ കണ്ടുവരുന്നൊരു കാര്യമാണ്, ആൾക്കാർ പറയും ഞങ്ങൾ യൂട്യൂബ് നോക്കിയാണ് എക്സസൈസ് ചെയ്യുന്നത്, ഞങ്ങൾ യൂട്യൂബ് നോക്കി ചെയ്തു, ഞങ്ങൾ അത് നോക്കി ചെയ്തു. പക്ഷേ റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വെയിറ്റിൽ കംഫർട്ടബിൾ ആകുന്നോ അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത വെയിറ്റിലേക്ക് പോകണം, അല്ലേ നമുക്ക് അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഐഡിയൽ സിനാരിയോയിൽ ഒരു ട്രെയിനറോ അങ്ങനെ എന്തെങ്കിലും ഒരാളും കൂടെ ഉണ്ടെങ്കിലേ നമ്മുടെ ആ ഒരു വർക്കൗട്ട് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ എപ്പോഴും ആൾക്കാർ വന്നിട്ട് യൂട്യൂബ് നോക്കിയും ഇൻസ്റ്റാഗ്രാം നോക്കിയും ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ പ്രശ്നങ്ങൾ അവർക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. വർക്കൗട്ട് ചെയ്യാം, പക്ഷേ ആ വർക്കൗട്ടിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവണം. അപ്പം നമ്മൾ തന്നെ പഠിക്കാൻ തീരുമാനിച്ചാൽ പറ്റില്ലല്ലോ. സ്കൂളിൽ പോയിട്ട് ഒരു അധ്യാപകനോ അധ്യാപികയോ നമ്മളെ പഠിപ്പിക്കണ്ടേ എന്ന് പറഞ്ഞ പോലെയാണിതും. ഇത് തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പോൾ നമുക്ക് ഈ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് ഒരു ചിപ്പ് പോലെ ഒരു സാധനം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ മിനിറ്റും നമ്മുടെ ഷുഗറിന് എന്താ നടക്കുന്നത് നമ്മൾ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പലപ്പോഴും നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടേ, അപ്പോൾ ഒരു സ്പൂൺ ഷുഗർ ഇട്ടാൽ ഒരു സാധാരണ വ്യക്തിക്ക് പോലും നമ്മുടെ ബ്ലഡ് ഷുഗർ ഒരു 40-50 മില്ലിഗ്രാം ഡെസിലിറ്റർ കൂടും. എന്ന് വെച്ചാൽ നമ്മുടെ ബേസ് ലൈൻ 100 ആണെങ്കിൽ ഈ ഒരു ചായ ഇപ്പോൾ ഇത് മധുരമിട്ടാണല്ലോ, ഇത് കുടിച്ച് തീരുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലഡ് ഷുഗർ ഒരു അരമണിക്കൂർ കൊണ്ട് ഒരു 140-150 വരും. അത് കഴിഞ്ഞ് 2 മണിക്കൂർ ഉടനെ തന്നെ ശരീരം അതിനെ കൗണ്ടറാക്ട് ചെയ്യാനായിട്ടുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് തിരിച്ചത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു നോർമൽ വ്യക്തിയിൽ വരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊരു പ്രമേഹ രോഗിയാണെങ്കിൽ അദ്ദേഹം ഇത് കുടിച്ച് തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ഷുഗർ 160 ആയിരിക്കും. ഇത് കുടിച്ച് തീർന്നു കഴിയുമ്പോഴത്തേക്കും അത് 240 കൂടും. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കഴിവ് അദ്ദേഹത്തിന് അത്ര ഇല്ലാത്തത് കൊണ്ട് അത് 240 തന്നെ ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അടുത്ത മീൽസ് കഴിക്കാം. ഇങ്ങനെയാണ് ഈ ഷുഗർ കൂടി നിൽക്കുന്ന സാഹചര്യം. അപ്പോൾ ഒരു സ്പൂൺ ഷുഗർ ഇടുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമ്മൾ 2-3 സ്പൂൺ ഷുഗർ ഇട്ടിട്ടാണ് ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നതെങ്കിൽ, ഈ ഒരു സ്പൂൺ ഷുഗർ എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന മറ്റേ ഒരു സാഷ് ഷുഗർ അല്ലേ, മിക്കവാറും എല്ലാവരും ഒരു ചായ കുടിക്കുക. ഒരു ടേബിൾ സ്പൂൺ ഷുഗർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 16 കാലറി ഉണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതൽ അതിൻ്റെ ഗ്ലൂക്കോസ്, അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ ഹൈ ആയതുകൊണ്ട് അത് ഒരെണ്ണം കുടിച്ചു കഴിയുമ്പോഴത്തേക്കും വളരെ പെട്ടെന്നാണ് ഈ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാവുന്നത്. സാർ ഇപ്പോൾ ചായയുടെ